തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ. നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നു തരും. ഒരു സമയം കഴിഞ്ഞിട്ട് നീ ഒരു രാജ്യം കടന്നു പോകും. ദൈവത്താൽ നീ മാനിക്കപ്പെടും. ഇന്ന് രാവിലെ കർത്താവ് എന്നോട് പറയുക, മരിക്കുന്ന കാര്യം നീ ചിന്തിക്കണ്ട, ജീവിക്കണം. യേശുവിന് വേണ്ടി ജീവിക്കുമല്ലോ. പോലും അറിയാതിന്നും ഒരു പ്രതീക്ഷയില്ലാതെ ഞാനൊരു എക്സാം എഴുതി. ആ എക്സാമിൽ അബുദാബിയിലെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലായ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ഏറ്റവും വലിയൊരു പോസ്റ്റില് ചെങ്കടൽ മൂടട്ടെ, തീച്ചൂളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. കർത്താവിനോട് പറയുക, ഇന്ന് രാവിലെ നിന്റെ വീട്ടിലേക്ക് ദൈവം ഇറങ്ങി വരാൻ തുടങ്ങുക. നിനക്കൊരു വരുമാന മാർഗം ദൈവം ഉണ്ടാക്കി തരാൻ പോവാ. മക്കളെ, ദൈവം പോലും കൈവിട്ടെന്ന് പലപ്പോഴും നിനക്ക് തോന്നുന്ന ഒരു വല്ലാത്ത അവസ്ഥയാ നിനക്ക്. ഈ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ശരിയേ, നീ രക്ഷപ്പെടും. എല്ലാവരും തള്ളിയാലും യേശു തള്ളിയല്ല. ഇവനെ മിടുക്കനായിട്ട് വളർത്തും. അതിന് നിനക്കൊരു ഉപജീവനത്തിന്റെ വഴി കിട്ടും. ശരിക്കും പകച്ചു നിൽക്കുക. ഇന്ന് മുന്നോട്ട് നിനക്ക് പോകാൻ പറ്റുന്നില്ല. ചാവണമെന്ന് വിചാരിച്ചോ? ശരിക്കും നിനക്ക് ഈ കുഞ്ഞിനെ കണ്ടുകൊണ്ടാ നീ ചാവാത്ത. യേശു എന്നോട് പറയുന്ന ഒരു വാക്കിങ്ങനാ, നീ അത്ഭുതമാവും, നീ യേശുവിന്റെ സാക്ഷിയാകും. ഒരു സമയം കഴിഞ്ഞിട്ട് നീ രാജ്യങ്ങളിൽ പോയിട്ട് വരുന്ന ഞാൻ കാണുന്നേ. നിന്നെ നിന്ദിച്ചവരും പരിഹസിച്ചവരും ഉണ്ട്, നിന്നെ ഒറ്റപ്പെടുത്തിയവരുണ്ട്, നിന്നെ വിടക്കം നിന്നവരുണ്ട്. അവരുടെ എല്ലാം നടുവിൽ എൻ്റെ ദൈവം നിന്നെ മാനിക്കാൻ പോവാ. നിന്റെ കൂടാരം ദൈവത്താൽ മാനിക്കപ്പെടുമെന്നും ഇന്ന് രാവിലെ കർത്താവ് നിന്നോട് ദൂതായിട്ട് പറയുക. തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. ശരിയാ, കട്ടപ്പന. പക്ഷേ ഈ സഹോദരി 2023 കട്ടപ്പനയിൽ ആദ്യമായി വരുന്നത്. കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളാണ്. മരിക്കും എന്നുള്ള ചിന്തയിലാണ് താൻ കട്ടപ്പനയിൽ വരുന്നത്. അന്ന് ആരാധന മധ്യേ പാസ്റ്റർ തലയിൽ കൈവച്ചപ്പോൾ തന്നിൽ നിന്നൊരു പൈശാചിക ശക്തി വിട്ടുപോയി. പാസ്റ്റർ തന്നോട് ഇപ്രകാരം ദൂത് പറഞ്ഞു, നീ മരിക്കുകയില്ല, ജീവിക്കും. ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു രാജ്യത്ത് പോയി നീ ജോലി ചെയ്യുമെന്നും അതിനുശേഷം അവർ തുടർമാനമായ ആരാധനയ്ക്ക് സംബന്ധിച്ചു. തൻ്റെ പിതാവ് സ്നാനപ്പെട്ടു. ഈ വ്യാഴാഴ്ച താൻ ജോലിക്കായി അബുദാബിയിലേക്ക് കടന്നു പോകുന്നു. പ്രാർത്ഥിച്ച അഭിഷിക്തനോടും സഭയോടും ഈ സമയം നന്ദി അറിയിക്കുന്നു. അവള് കട്ടപ്പനയിൽ വെച്ച് യേശു അവളെ വിടുവിച്ചു. ഈ മോളൊരു 100 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. അന്ന് വരുമ്പോഴും കൈയൊക്കെ വരഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിച്ചയാളാ. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ മരിക്കത്തില്ല, നിന്റെ ആത്മഹത്യ ടെൻഡൻസി ഇന്ന് മാറിപ്പോകും. ദൈവത്തിൻ്റെ കൃപയാൽ അത് തൊട്ട് ഇന്ന് വരെ പിന്നെ ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുമില്ല, മരിക്കാൻ തോന്നിയിട്ടുമില്ല. ജീവിതം ദുസ്സഹമായിരുന്നു, വല്ലാത്ത സങ്കടമായിരുന്നു. ദൈവത്തിന് ഹിതമാണെങ്കിൽ എത്ര പേര് എക്സാം എഴുതി? 150 പേര് അബുദാബിയിലെ എക്സാം എഴുതി. അതിൽ 3-ാം സ്ഥാനത്ത് പാസ്സായത് മോളാ. വിസയും പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവത്തിന് ഹിതമാണെങ്കിൽ ഈ വ്യാഴാഴ്ച അല്ലേ, ഈ വ്യാഴാഴ്ച അവിടെ യാത്ര ചെയ്യാൻ തുടങ്ങുക. ഇതാണ് ദൈവം. ഇതൊരു പോസിറ്റീവ് സൈൻ. എന്നറിയോ? യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ തയ്യാറായിക്കോണം. ചില വഴികൾ അത്ഭുതമായി തുറന്നു വരും. ഐശ്വര്യ, ഞാൻ കട്ടപ്പനയിൽ നിന്നായിരുന്നു ആദ്യമായിട്ട് ഇതേപോലെ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. അന്ന് വിശ്വാസത്തോടൊന്നും അല്ല ഞാൻ വന്നേ. ഒരുപാടടുത്ത് പോയി. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണെങ്കിലും എല്ലാവരുടെ അടുത്തും ദേഷ്യപ്പെട്ട് ആരെയും വകവെക്കാതെ എൻ്റെ ജീവിതം ഫുള്ള് തീർന്നു, ഇനി ഞാൻ മരിക്കുക മാത്രമേ ഉള്ളൂ. എനിക്ക് അന്ന് എൻ്റെ കുഞ്ഞിനെ 7 മാസമുള്ളൂ, ആ കുട്ടിക്ക്. അവനെയും കൊണ്ടാണ് ഞാനിവിടെ വരുന്നത്. അന്ന് അവൻ കരഞ്ഞ സമയത്ത് ഞാൻ എണീറ്റ് നിന്നപ്പോൾ പാസ്റ്റർ ഇതേപോലെ എന്നോട് പറഞ്ഞു, മോളെ നീ പോവരുത്, നിന്നോട് എനിക്കൊന്ന് സംസാരിക്കണം. അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല ഇതേപോലെ എന്നെ പറ്റി ഇത് പറയും എന്നൊന്ന്. ആദ്യമായിട്ട് അപ്പം ഞാൻ പാസ്റ്ററിനെ കാണുന്നേ. അത് കഴിഞ്ഞപ്പോൾ ദൂത് പറയാൻ എൻ്റെ അടുത്തോട്ട് ഇറങ്ങി വന്നു, ഇനി നീ മരിക്കരുത്,
ഇനി നീ മരിക്കാൻ ശ്രമിക്കരുത്, നീ ജീവിക്കണമെന്ന് പറഞ്ഞു. ഓ, എൻ്റെ മനസ്സിലുള്ള ഞാൻ പുറത്തു പോലും പറയാത്ത പല കാര്യങ്ങളും എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് പാസ്റ്റർ എന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു. എൻ്റെ ഭർത്താവ് ചെയ്തതും ഞാൻ അനുഭവിച്ചതും മാനസികമായിട്ടും ശാരീരികമായിട്ടും അനുഭവിച്ച പല കാര്യങ്ങളും എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പോലും പറയാത്ത പല കാര്യങ്ങളും പാസ്റ്റർ എന്നോടൊന്ന് പറഞ്ഞു. അന്ന് എന്നോട് പറഞ്ഞു, നീ ഒരു സമയം കഴിയുമ്പോൾ നീ ഒരു രാജ്യത്ത് പോയി നീ നിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നു. ഒരു പ്രതീക്ഷയില്ലാതെ ഞാനൊരു എക്സാം എഴുതി. ആ എക്സാമിൽ അബുദാബിയിലെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലായ SMSS എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ഏറ്റവും വലിയൊരു പോസ്റ്റില് ഒന്ന് കൈയടിച്ച് യേശുവിനൊന്ന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഒന്ന് കൈയടിച്ച്. നിങ്ങൾക്കറിയാം പ്രിയരെ, ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ഈ രാവിലെ നമുക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആര് തടഞ്ഞാലും തടയാൻ പറ്റാത്ത പോലെ നമുക്ക് വേണ്ടി ചലിക്കാൻ പറ്റുന്ന ഒരു കർത്താവുണ്ട്. അതിൽ 3-ാം സ്ഥാനത്ത് എനിക്ക് റാങ്ക് കിട്ടി. അപ്പോഴും വീട്ടിൽ പറഞ്ഞപ്പോൾ എങ്ങനെ പോവും, എവിടുന്ന് പോവും, പൈസ എന്തോരം വേണം എന്നൊക്കെ ഉള്ളതായി. അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് ഞാൻ വിട്ടു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, 3 ലക്ഷം രൂപയാണ് വേണ്ടത്. അപ്പം കടം കയറി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത നിമിഷമായിരുന്നു. അന്ന് എൻ്റെ സാറ് പറഞ്ഞു, നീ 3-ാം സ്ഥാനത്താണ് വന്നേക്കുന്നത്, 3 ലക്ഷം രൂപ പോയിട്ട് പ്രോസസ്സിങ് ഫീസ് പോലും നിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നില്ല. 3 ലക്ഷം രൂപ പോയിട്ട് 3 രൂപ പോലും വാങ്ങിച്ചില്ല. ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെയും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. ഇങ്ങനെയും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ കൈയടിച്ച ആ വാക്കുകളൊക്കെ ഒന്ന് സ്വീകരിച്ച്, ഇങ്ങനെയും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ദൈവം ഉണ്ടെന്ന്, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ദൈവം ഉണ്ടെന്ന് 3 വർഷത്തിന് മുൻപ് ദൈവം പറഞ്ഞ പ്രവചനങ്ങൾ തന്റെ തലമേൽ കിടക്കുകയാ. ഇന്ന് രാവിലെ തൂത് കേട്ടോണം. പ്രവചനത്തിന് നിന്നെ വഴി നടത്താൻ, പ്രവചനത്തിന് നിന്നെ കൊണ്ടുവരാൻ നമ്മുടെ ഇടയിൽ അടയാള സഹിതമായി ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ. അങ്ങനെ ഇപ്പൊ എനിക്ക് ഡ്രസ്സ് എടുക്കാനുള്ള പൈസയും പോകാനുള്ള പെട്ടിയുടെ പൈസയും സകലമാൻ ഇപ്പം ഞാൻ പോകുന്ന ടിക്കറ്റ് എടുക്കാനുള്ള 23,000 രൂപ പോലും എൻ്റെ സാറാണ് ഇപ്പം എനിക്ക് തരുന്നത്. ഇപ്പം ഈ വ്യാഴാഴ്ച ബുധനാഴ്ച എനിക്ക് ടിക്കറ്റ് എടുക്കും, വ്യാഴാഴ്ച വൈകുന്നേരം ഞാൻ പോവും. നിങ്ങൾ എല്ലാവരും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഇതാണ് യേശു, ഇതാണ് യേശു. ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും എഴുതി തള്ളിയാണോ? ആണ്, വിഷമിക്കണ്ട. അത്ഭുതം പുറകെ വരുന്നുണ്ട്. അവരും ഇവരും പറഞ്ഞ പോലെ ഒന്നും അല്ല നടക്കുന്നേ. ദൈവം പറഞ്ഞ പോലെ നടക്കാൻ പോവാ. ഒരുപാട് തവണ 1-2 വട്ടമൊന്നും അല്ല, ഞാൻ ഒരുപാട് തവണ. അത് ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ മരിക്കാൻ തുടങ്ങിയത്. പലതവണ ഞാൻ എൻ്റെ കഴുത്തിൽ ചാർജർ കേബിൾ ഇട്ട് മുറുക്കി എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഞാൻ കൈവച്ചിരിക്കുമായിരുന്നു. ഓ പ്രിയരെ, ഇതാണ് യേശു, ഇതാണ് യേശു. നിങ്ങൾ കേട്ടോ, ഞാൻ അവളെ ചെന്ന് കാണുമ്പോൾ ആദ്യം പറഞ്ഞത്, നീ ആത്മഹത്യക്ക് ശ്രമിക്കരുത്. ഇന്ന് രാവിലെ യേശു ജീവിക്കുന്നു. ഇവക്കിത് പറയാൻ ഒരു മടിയില്ല കേട്ടോ. മരിക്കുമെന്നും ഇങ്ങനെ ആയിരുന്നു ജീവിതം ഒന്നും പറയാൻ മടിയില്ല. കാര്യം അത്ര അനുഭവിച്ച ജീവിതത്തിൽ ഇന്ന് ഈ നിലയിൽ നിർത്തിയത് യേശുവാ. അല്ലേ മോളെ? ഇവിടം വരെ കൊണ്ടുവന്ന യേശുവാ. ദൈവത്തിന്റെ കരുതല. ആ കുഞ്ഞിന്റെ കഴുത്തിലും അവളുടെ കഴുത്തിലും ഉള്ള ചാർജറിന്റെ കേബിള് വലിച്ചു മുറുകിയിട്ടുണ്ട് ചാകാൻ. പക്ഷെ അന്ന് ചാകാൻ എന്നറിയോ? ഇന്ന് സാക്ഷ്യം പറയാൻ, വ്യാഴാഴ്ച അബുദാബി കൊണ്ടുപോകാൻ, അവൾ ആ നാട്ടിൽ ഏറ്റവും മാന്യമായ വീട് വെച്ച് ജീവിക്കാൻ, അവളുടെ കുഞ്ഞിനെ വളർത്താൻ. എല്ലാം അവസാനിച്ചെന്ന് തോന്നുന്നവരെ കേട്ടോ, അവസാനിച്ചില്ല. തുടങ്ങാൻ പോകുകയാ ദൈവം. അത്ഭുതം ചെയ്യാൻ തുടങ്ങുക ദൈവം. കർത്താവിനോട് ജീവിക്കണം. ഒരു ക്ലാപ്പ് കൊടുത്തേ അവക്ക്. ഐ ബ്ലസ് യു.